റെസ്പെക്റ്റ് ബഹുമാനിക്കുക. ഈ വേർബിനോട് കൂടി ED എന്ന 2 ലെറ്റേഴ്സ് ചേർത്താൽ റെസ്പെക്റ്റഡ്. ഇത് ഒരു അഡ്ജക്റ്റീവായി മാറി, ഒരു നാമവിശേഷണം. ഇനി റെസ്പെക്റ്റ് എന്ന വേർബിനോട് കൂടി FUL 3 ലെറ്റേഴ്സ് ഇതൊന്ന് ചേർത്ത് നോക്കാം. അപ്പോൾ റെസ്പെക്റ്റ്ഫുൾ ആയി, അതും ഒരു അഡ്ജക്റ്റീവ് ആയി ഉപയോഗിക്കാം. ഇനി നമുക്ക് 4 ലെറ്റേഴ്സ് ചേർത്ത് നോക്കാം. റെസ്പെക്റ്റബിൾ ABLE 4 ലെറ്റേഴ്സ് ചേർത്തു. അപ്പോൾ റെസ്പെക്റ്റബിൾ എന്ന ഒരു വേർഡ് കിട്ടി, അതും ഒരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ റെസ്പെക്റ്റഡ്, റെസ്പെക്റ്റ്ഫുൾ, റെസ്പെക്റ്റബിൾ ഇത് 3ഉം അഡ്ജക്റ്റീവ്സ് തന്നെ. ഇത് 3ഉം അഡ്ജക്റ്റീവ്സ് ആണ് എന്ന കാര്യത്തിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ഇത് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് ഒരേ മീനിങ്ങിൽ തന്നെയാണോ? അല്ല. നമ്മുടെ ഇഷ്ടം പോലെ ഇത് മാറി മാറി ഉപയോഗിക്കാമോ? അതും പറ്റില്ല. അങ്ങനെ മാറി മാറി നമുക്ക് തോന്നുന്നത് പോലെ ഉപയോഗിച്ചാൽ സെൻറ്റൻസ് തെറ്റാകും. അപ്പോൾ ശരിയായി ഉപയോഗിക്കാൻ പഠിക്കണ്ടേ? മറ്റുള്ളവർ തെറ്റു പറയുമ്പോൾ നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ആവാം. റെസ്പെക്റ്റഡ്. ഇഫ് സംവൺ ഈസ് എ റെസ്പെക്റ്റഡ് പേഴ്സൺ, ഇറ്റ് മീൻസ് ദാറ്റ് ഹീ ഗെറ്റ്സ് റെസ്പെക്റ്റ് ഫ്രം അതേഴ്സ്. ഒരാൾ ഒരു റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്നും റെസ്പെക്റ്റ് കിട്ടുമ്പോൾ. ഒരുപാട് ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ആളെ നമുക്ക് ഹീസ് എ റെസ്പെക്റ്റഡ് പേഴ്സൺ എന്ന് പറയാം. മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ആൾ. ഹീസ് എ ഹൈലി റെസ്പെക്റ്റഡ് ഡോക്ടർ ഇൻ ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയിലെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്, വളരെയധികം ബഹുമാന്യനായ ഒരു ഡോക്ടറാണ്. ഹീസ് എ ഹൈലി റെസ്പെക്റ്റഡ് ഡോക്ടർ ഇൻ ഇന്ത്യ. സച്ചിൻ വാസ് എ റെസ്പെക്റ്റഡ് ക്രിക്കറ്റ് പ്ലെയർ. സച്ചിൻ വളരെ ബഹുമാന്യനായ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഹീസ് എ റെസ്പെക്റ്റഡ് പേഴ്സൺ ഇൻ ദ ബിസിനസ് വേൾഡ്. ഹീസ് എ റെസ്പെക്റ്റഡ് പേഴ്സൺ ഇൻ ദ ബിസിനസ് വേൾഡ്. അദ്ദേഹം ബിസിനസ് വേൾഡിൽ വളരെയധികം ബഹുമാന്യനായ ഒരു വ്യക്തിയാണ്. റെസ്പെക്റ്റ്ഫുൾ. ഇഫ് സംവൺ ഈസ് എ റെസ്പെക്റ്റ്ഫുൾ പേഴ്സൺ, ഇറ്റ് മീൻസ് ദാറ്റ് ഹീ ഷോസ് റെസ്പെക്റ്റ് ടു അതേഴ്സ്. ഒരാൾ ഒരു റെസ്പെക്റ്റ്ഫുൾ പേഴ്സൺ ആണ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹം മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ആളാവണം, മറ്റുള്ളവരോടൊക്കെ ബഹുമാനം കാണിക്കുന്ന ആൾ. ദ ചിൽഡ്രൻ ആർ വെരി നൈസ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ. കുട്ടികൾ വളരെ നല്ല കുട്ടികളും അതുപോലെ റെസ്പെക്റ്റ്ഫുൾ ആണ് എന്ന്. റെസ്പെക്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ വളരെയധികം റെസ്പെക്റ്റ് മറ്റുള്ളവരോടൊക്കെ കാണിക്കും. കുട്ടികൾ നല്ല കുട്ടികളാണ്, മാത്രമല്ല അവർക്ക് മറ്റുള്ളവരോടൊക്കെ ബഹുമാനം ഉള്ള കുട്ടികളാണ് എന്ന്. ഹീസ് ഓൾവേസ് റെസ്പെക്റ്റ്ഫുൾ ടു ഹിസ് എൽഡേഴ്സ്. ഹീസ് ഓൾവേസ് റെസ്പെക്റ്റ്ഫുൾ ടു ഹിസ് എൽഡേഴ്സ്. അദ്ദേഹം എപ്പോഴും മുതിർന്നവരോട് ബഹുമാനം കാണിക്കുന്ന ആളാണ് എന്നർത്ഥം. He is always respectful to his elders. He behaves in a respectful way. അദ്ദേഹം വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ബഹുമാനത്തോടുകൂടി ആണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പെരുമാറ്റ രീതികളും എന്നർത്ഥം. അദ്ദേഹം പെരുമാറുന്നത് വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് എന്നർത്ഥം. എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റം. റെസ്പെക്റ്റ്ഫുൾ വോയിസ്, റെസ്പെക്റ്റ്ഫുൾ വേ, റെസ്പെക്റ്റ്ഫുൾ മാനർ എന്നൊക്കെ നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ, റെസ്പെക്റ്റബിൾ. ഇഫ് സംവൺ ഈസ് എ റെസ്പെക്റ്റബിൾ പേഴ്സൺ, ഇറ്റ് മീൻസ് ദാറ്റ് ഹീ ഈസ് വർത്തി ഓഫ് റെസ്പെക്റ്റ്. ഹീ ഡിസേർവ്സ് റെസ്പെക്റ്റ് എന്നർത്ഥം. ഒരാൾ ഒരു റെസ്പെക്റ്റബിൾ പേഴ്സൺ ആണ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന ആളാണ്, റെസ്പെക്റ്റ് അർഹിക്കുന്ന ആളാണ്, മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം അർഹിക്കുന്ന ആളാണ് എന്നാണ് അർത്ഥം. ഷീ കംസ് ഫ്രം എ റെസ്പെക്റ്റബിൾ ഫാമിലി. അവൾ വരുന്നത് വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ്. മൂല്യങ്ങൾക്ക് ഒക്കെ ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരു ഫാമിലി. ഷീ കംസ് ഫ്രം എ റെസ്പെക്റ്റബിൾ ഫാമിലി. ഹി ഏൺസ് എ റെസ്പെക്റ്റബിൾ സാലറി. അദ്ദേഹം വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാലറി ഏൺ ചെയ്യുന്നു. റെസ്പെക്റ്റബിൾ എമൗണ്ട് ഓഫ് സാലറി ആണ് അവിടെ മീൻ ചെയ്യുന്നത്. നല്ല ഒരു സാലറി. ഇന്ത്യ സ്കോർഡ് എ റെസ്പെക്റ്റബിൾ ടോട്ടൽ. സാധാരണ മാച്ചുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ, ചിലപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള മത്സരങ്ങളൊക്കെ ആകുമ്പോൾ, ഇപ്പോൾ ഇന്ത്യക്ക് സ്കോർ ടോട്ടൽ ചെയ്യുമ്പോൾ
വലിയ വ്യത്യാസം ഒന്നും ഇല്ല. അതായത് വളരെ ലോ ആയിട്ടുള്ള ഒന്നല്ല. അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്, അഭിമാനിക്കാവുന്ന ഒരു സ്കോർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറയില്ലേ. അതാണ് ഇന്ത്യ സ്കോർഡ് എ റെസ്പെക്റ്റബിൾ ടോട്ടൽ. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച റെസ്പെക്റ്റബിൾ, റെസ്പെക്റ്റ്ഫുൾ, റെസ്പെക്റ്റഡ് ഈ 3 അഡ്ജക്റ്റീവ്സും എങ്ങനെ ഉപയോഗിക്കും എന്ന് മനസ്സിലായില്ലേ?